ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അധികം സമയമൊന്നും കളയാതെ മിക്സിയിൽ അടിച്ച് പെട്ടെന്ന് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്ക്. അപ്പോൾ ക്രിസ്മസ് കേക്കാണ് കേട്ടോ ഇത്. സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് ക്രിസ്മസ് കേക്ക്. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തെള്ളി വെച്ചിരിക്കുന്ന മൈദ, നല്ലതുപോലെ കട്ടയില്ലാതെയുള്ള മൈദ 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര എടുക്കാട്ടോ. ഞാനിവിടെ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ 1 കപ്പ് തന്നെ പഞ്ചസാര വേണം, എന്നാലാണ് ആ മധുരം കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ അങ്ങനെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിലാകുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ഇതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു കളറിനും രുചിക്കും അനുസരിച്ച് കൊക്കോ പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. 2 അല്ലെങ്കിൽ 3 അതാണ് നല്ലത്. പിന്നെ ഒരല്പം ഉപ്പ്, ഒരു നുള്ള് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ മുട്ട ചേർക്കാൻ പോവാണ്. ഈ മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഉപയോഗിക്കരുത്. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ടേ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്ത് വരുമ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു ബൗളിലേക്ക് എടുത്ത് മിക്സ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ പക്ഷേ എളുപ്പത്തിനാകുമ്പോൾ നമുക്ക് ഈ അധികപ്പണി മടിയായതുകൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്യുക ചെയ്തേട്ടോ. നിങ്ങൾക്കും നല്ലൊരു ബൗളിലേക്കൊക്കെ എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് മൈക്രോ പ്ലസ് കൺവെക്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം ടൈം സെറ്റ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആണ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 15 മിനിറ്റ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 20 മിനിറ്റ്സ് ആണ് ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ദെൻ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് ചൂടായി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ട്രേയിൽ സെറ്റ് ചെയ്യാം. കേക്ക് ട്രേയിൽ ബട്ടറൊക്കെ പറ്റി ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അലുമിനിയം ട്രേ ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അലുമിനിയം ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ അതൊന്ന് ടാപ്പ് ചെയ്ത് നന്നായിട്ട് തട്ടി കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബബിൾസൊക്കെ പോയി കേക്ക് നല്ല സെറ്റാവാൻ വേണ്ടിയിട്ടാണ് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും റെഡി ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഓവനിൽ ഏകദേശം 20 മിനിറ്റ്സ് നല്ല പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓവനിലേക്ക് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മൈക്രോ പ്ലസ് കൺവെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം എത്ര മിനിറ്റാണ്, ഞാനപ്പോൾ ആദ്യം തന്നെ ഒരു 20 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണ് എങ്കിൽ മാത്രമാണ് അത് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടെ. അപ്പോൾ ഇതൊരു 25 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കേക്ക് സെറ്റായി കഴിഞ്ഞു, റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കരിഞ്ഞതല്ല കേട്ടോ മുകളിൽ ഒന്ന് നമ്മുടെ ആ ചോക്ലേറ്റും അതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വന്നിരിക്കുന്ന ഇതാണ് കേക്കിൻ്റെ ബാക്ക് സൈഡ്. സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ക്രിസ്മസിൻ്റെ ആയിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കാണാൻ മറക്കണ്ട. കുക്ക് വിത്ത് ജ്വൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ.